ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ 8ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനയുടെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിച്ചാണോ പണം വിനിയോഗിക്കുന്നതെന്ന് പരിശോധിക്കുന്നതാണ് ശരിക്കും ഓഡിറ്റ് എഗെയിൻസ്റ്റ് റെഗുലാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പിന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി CAG നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓഡിറ്റ് രീതികളാണ്. അതൊന്ന് പ്രൊപ്രൈറ്റി ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും. അപ്പോൾ അതിൽ പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് പിന്നെ മലയാളം എന്താ പറയുക, ഔചിത്യപരമായ ഓഡിറ്റ്. ഒരു സർക്കാർ ഏജൻസി പണം ചെലവഴിക്കുമ്പോൾ അത് നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആ ചെലവ് പൊതു താല്പര്യത്തിന് അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ചെലവുകൾ അനാവശ്യമാണോ, ധൂർത്താണോ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പണം അർഹതയില്ലാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ആവശ്യത്തിനായി യാത്ര ചെയ്യുമ്പോൾ നിയമപരമായി ടിക്കറ്റ് എടുക്കാം. എന്നാൽ ആവശ്യമില്ലാതെ ലക്ഷറി ഹോട്ടലുകളിൽ താമസിക്കുകയോ അമിത തുക ചെലവാക്കുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമല്ലെങ്കിലും ഔചിത്യത്തിന്, അതായത് പ്രൊപ്രൈറ്റിക്ക് നിരക്കാത്തതായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ പ്രൊപ്രൈറ്റി എന്ന് പറയുന്നത് കേവലം നിയമപരമായ പരിശോധനയല്ല, മറിച്ച് സാമാന്യ ബുദ്ധിയും ഉയർന്ന ധാർമ്മികതയും അനുസരിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ്. ഇനി രണ്ടാമത്തതാണ് പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമതാ ഓഡിറ്റാണ്. അതൊരു പദ്ധതിയുടെയോ വകുപ്പിൻ്റെയോ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്നെണ്ണാണ് ലക്ഷ്യം ശരിക്കും: എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആൻഡ് എക്കണോമി. ഇത് ഓഡിറ്റിലെ 3 E's എന്ന് അറിയപ്പെടുന്നത്. 3 Eകൾ. ആദ്യാക്ഷരം E ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ പെർഫോമൻസ് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം 3 Eകളാണ്. അതായത് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, എക്കണോമി. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പരീക്ഷകളിലെ ചോദ്യങ്ങളല്ല പറയുന്നത്, പദ്ധതിക്ക് ഉദ്ദേശിച്ച ഫലം ലഭിച്ചോ? പെർഫോമൻസ് ഓഡിറ്റിൽ വരുന്ന നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ഫലം ലഭിച്ചോ? പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടായോ? ഇപ്പോൾ ഇതൊക്കെയാണ് അതിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, ഒരു പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു എന്ന് വിചാരിക്കുക. ആ പാലം കൃത്യസമയത്ത് ഗുണനിലവാരത്തോടെ പൂർത്തിയായെന്നും അതുവഴി ഗതാഗത തടസ്സം കുറഞ്ഞെന്നും പരിശോധിക്കുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഈ 2 ഓഡിറ്റുകളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും. ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ടന്റ് ജനറൽ ഓഫീസുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഘടനയാണ് ഒരു കേന്ദ്ര ഓഡിറ്റിൻ്റെ എന്ന് പറയുന്നത്. വിവിധ ട്രഷറികളിൽ നിന്നും ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്ന അക്കൗണ്ടുകൾ, വൗച്ചറുകൾ, ഷെഡ്യൂളുകൾ, രേഖകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ശരിക്കും കേന്ദ്ര ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്ര ഓഡിറ്റ് എല്ലാ അർത്ഥത്തിലും റെഗുലാരിറ്റി ഓഡിറ്റും പ്രൊപ്രൈറ്റി ഓഡിറ്റുമാണ്. അപ്പോൾ ഓഡിറ്റർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വൗച്ചറുകൾ അയാൾ നോക്കേണ്ടത് വൗച്ചറുകൾ നിർദ്ദിഷ്ട ഫോറത്തിലുള്ളതായിരിക്കണം. അതിൽ പണം വാങ്ങിയവർ ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അവ ഒറിജിനലായിരിക്കണം. പേയ്മെൻറ്റ് തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. മുഴുവൻ സംഖ്യ വരെയുമുള്ള ജോലിയുടെ വിശദാംശങ്ങൾ വേണം.
സംഖ്യ അക്ഷരത്തിലും അക്കത്തിലും വേണം. ഇനി ബന്ധപ്പെട്ട ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വൗച്ചറുകളിൽ കൃത്രിമം കാട്ടുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആവശ്യമായ സ്ഥലങ്ങളിൽ സ്റ്റാമ്പ് പതിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഉത്തരവാദപ്പെട്ട അധികാരിക്ക് പകരം പ്രത്യേക ചുമതലപ്പെടുത്താത്ത കീഴുദ്യോഗസ്ഥനാണോ ഒപ്പുവെച്ചത് എന്ന് പരിശോധിക്കണം. ഇൻകം ടാക്സ് കിഴിവുകൾ നേടിയിട്ടുള്ളത് ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടാണോ എന്ന് നോക്കണം. ക്ലെയിം അനുവദിച്ചത് സമയതടസ്സം രേഖപ്പെടുത്തിയവയ്ക്കാണോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് ട്രഷറി പരിശോധനയാണ്. ചട്ടപ്രകാരം കാര്യക്ഷമമായും കൃത്യതയോടെയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഓഡിറ്റ് ഓഫീസർമാർ ട്രഷറികൾ പരിശോധിക്കുന്നത്. സർക്കാർ ചട്ടങ്ങൾ മനസ്സിലാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഓഡിറ്റ് ഓഫീസർമാർ പൊതുവായി കാണണം. ഇനി ഓഡിറ്റിംഗിന്റെ എല്ലാ ആവശ്യകതകളും നിർവഹിച്ചും അക്കൗണ്ടുകൾ കൃത്യമായി സൂക്ഷിച്ചുമാണ് ട്രഷറിയിലെ നടപടിക്രമങ്ങളെന്ന് ഓഡിറ്റ് ഓഫീസർ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ലോക്കൽ ഓഡിറ്റാണ് നടത്തുന്നതെങ്കിൽ സർവീസ് ബുക്ക് പരിശോധിക്കണം. നമുക്കറിയാം, എല്ലാ നോൺ ഗസറ്റഡ് ഓഫീസർമാർക്കും ഓരോ സർവീസ് ബുക്ക് ഉണ്ടായിരിക്കണം. ജീവനക്കാരന്റെ ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഉത്തരവാദപ്പെട്ട അധികാരി അതിൽ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ജനനത്തീയതി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ മാറ്റാൻ പാടില്ല സർവീസ് ബുക്കിലുള്ളത്. ഓരോ 5 വർഷം കൂടുന്തോറും സർവീസ് ബുക്ക് സാക്ഷ്യപ്പെടുത്തണം. വാർഷിക സർട്ടിഫിക്കറ്റ് പരിശോധന രേഖപ്പെടുത്തണം. ഇതെല്ലാം സർവീസ് ബുക്കുകളെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടതാണ്. ഇനി സർക്കാർ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രീകൃത ഫണ്ടിലേക്കുള്ള വരുമാനം ഓഡിറ്റ് ചെയ്യാനുള്ള ചുമതല CAGക്കാണ്. ഇങ്ങനെ സ്വീകരിക്കുന്ന വരുമാനം ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലയും CAGക്കാണ്. ഇനി ഫണ്ട്, നിക്ഷേപം, വായ്പ, ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നിവയ്ക്ക് പുറമേയുള്ള സർക്കാർ വരുമാനത്തെ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും തരംതിരിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും പൊതു നന്മയ്ക്കാണ് നികുതി ഈടാക്കുന്നത്. നികുതി പിരിവ് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണെങ്കിൽ നികുതിയേതര വരുമാനം തീർത്തും ഭരണപരമായ തീരുമാനമാണ്. എന്നാൽ ഇത് രണ്ടും CAG ഓഡിറ്റ് ചെയ്യുന്നു. നികുതി പിരിവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നികുതിയേതര വരുമാനവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ നികുതി വരുമാനത്തിൽ പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ടാക്സ്, ഇതൊക്കെ പ്രത്യക്ഷ നികുതിയിൽ വരുന്നതാണ്. എന്നാൽ പരോക്ഷ നികുതിയിൽ വരുന്നത്, ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്, ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് ടാക്സ് ആണ് പ്രത്യക്ഷ നികുതി, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ടാക്സ്. ഇനി പരോക്ഷ നികുതികളിൽ വരുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. ഇതാണ് പരോക്ഷ നികുതിയിൽ വരുന്നത്. ഇനി സംസ്ഥാനത്തിന്റെ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് കാർഷികാദായ നികുതിയും പ്രൊഫഷണൽ ടാക്സുമാണ്. സംസ്ഥാനങ്ങളെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ സംസ്ഥാനത്തിന്റെ പരോക്ഷ നികുതിയിൽ വരുന്നത് സെയിൽസ് ടാക്സ്, സ്റ്റേറ്റ് എക്സൈസ് ടാക്സ്, മോട്ടോർ വാഹന നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, വിനോദ നികുതി എന്നിവ സംസ്ഥാനത്തിന്റെ പരോക്ഷ നികുതിയിൽ വരുന്നതാണ്. ഇതൊന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാലില്ലെങ്കിൽ നമുക്ക് ഇതിൽ വരുന്നത് കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചാൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റിന്റെ പരോക്ഷ നികുതി എന്ന് ചോദിച്ചാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റണം. ഇനി നികുതിയേതര വരുമാനത്തിൽ വരുന്നത് ഫോറസ്റ്റ് റവന്യൂ നികുതിയേതര വരുമാനമാണ്. മൈൻ ധാതുക്കളിൽ നിന്നുള്ള അവകാശധനം, ഇറിഗേഷൻ രജിസ്ട്രേഷൻ ഫീസ്, മറ്റു വാടകകൾ, പിഴ, പലിശ വരുമാനങ്ങൾ, ഇതൊക്കെ നികുതിയേതര വരുമാനത്തിൽ പെടുന്നതാണ്. ഏതിൻ്റെ നികുതിയേതര വരുമാനം ഞാനിപ്പോൾ പറഞ്ഞു. നികുതി വരുമാനവും പറഞ്ഞു. അതിൽ കേന്ദ്രത്തിൻ്റെയും പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെയും പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ
പ്രത്യക്ഷ നികുതി വരുമാനം എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ടാക്സ്. കേന്ദ്രത്തിന്റെ പരോക്ഷ നികുതി കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. സംസ്ഥാനത്തിന്റെ പ്രത്യക്ഷ നികുതി കാർഷികാദായ നികുതി, പ്രൊഫഷണൽ ടാക്സ്. സംസ്ഥാനത്തിന്റെ പരോക്ഷ നികുതി സെയിൽസ് ടാക്സ്, സ്റ്റേറ്റ് എക്സൈസ് ടാക്സ്, മോട്ടോർ വാഹന നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, വിനോദ നികുതി. ഇനി നികുതിയേതര വരുമാനത്തിൽ വരുന്നതാണ് ഫോറസ്റ്റ് റവന്യൂ, മൈൻ ധാതുക്കളിൽ നിന്നുള്ള അവകാശധനം, ഇറിഗേഷൻ രജിസ്ട്രേഷൻ ഫീസ്, മറ്റു വാടകകൾ, പിഴ, പലിശ വരുമാനങ്ങൾ. ഇനി സർക്കാർ അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ടുകൾ കൈമാറുന്നതിന് 3 സ്റ്റെപ്പുകളാണ് മുഖ്യമായും ഉള്ളത്. സർക്കാർ അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ടുകൾ കൈമാറുന്നതിന് അതിൽ ധനവിനിയോഗ ഓഡിറ്റ് നടത്തുമ്പോൾ മുഖ്യമായും ശ്രദ്ധിക്കേണ്ടതും ഈ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് പണത്തിനുള്ള അവകാശവാദ സമർപ്പണം, സബ്മിഷൻ ഓഫ് ക്ലെയിം. 2, അവകാശപ്പെടുന്ന പണം നൽകൽ, ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് മണി ക്ലെയിംഡ്. 3, ഇടപാടുകൾ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തൽ, ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ ഇൻ ദി അക്കൗണ്ട്. എന്നിങ്ങനെ 3 കാര്യങ്ങളാണ്, 3 സ്റ്റെപ്പുകളാണ് മുഖ്യമായും സർക്കാർ അക്കൗണ്ടിൽ നിന്ന് ഫണ്ടുകൾ കൈമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എല്ലാ ധനവിനിയോഗവും അതാത് ഇനത്തിലുള്ള പൊതുവായതോ പ്രത്യേകമായതോ ആയ അംഗീകാരത്തിലൂടെ ആകണമെന്നില്ല. മറിച്ച് ചിലതിന് അംഗീകാരം നൽകാൻ ഭരണഘടനയും നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ചില അധികാരികൾക്ക് ചുമതല നൽകിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അധികാരത്തോടെ നടക്കുന്ന ധനവിനിയോഗവും ധനവിനിയോഗ ഓഡിറ്റ് പരിധിയിൽ വരും. ഇങ്ങനെ വിനിയോഗത്തിന് നൽകിയ അംഗീകാരം പരിശോധിക്കുന്നതിനെയാണ് ഓഡിറ്റ് ഓഫ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഇവ ഓഡിറ്റ് ചെയ്യുന്നതിന് CAG-യുടെ അനുവാദം വേണം. അപ്പോൾ ഓഡിറ്റ് ഓഫ് സാങ്ഷൻ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ പൊതുവായ ചില പ്രത്യേക കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാൻ ഭരണഘടനയും നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ചില അധികാരികൾക്ക് ചുമതല നൽകിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അധികാരികളുടെ അനുവാദത്തോടെ നടക്കുന്ന, അംഗീകാരത്തോടെ നടക്കുന്ന ധനവിനിയോഗം, അത് ധനവിനിയോഗ ഓഡിറ്റിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇനി പരിശോധിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ട്രഷറി പരിശോധിക്കുമ്പോൾ ഓഡിറ്റ് ഓഫീസറുടെ ഉത്തരവാദിത്തം ഇല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രഷറി പരിശോധിക്കുന്ന സമയത്ത് ഓഡിറ്റ് ഓഫീസറുടെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത ഏതാണെന്ന ചോദ്യം. അപ്പൊ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വലിയ വാചകങ്ങൾ, അത് ഞാൻ പറയുന്നില്ല. ഇത് ആൻസർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ്, സ്റ്റാമ്പ്സ്, ഒപ്പിയം എക്സിട്ര. അതായത് സ്റ്റാമ്പുകളുടെയും ക്യാഷിന്റെയും ഒപ്പിയത്തിന്റെയും ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഭൗതിക പരിശോധന ആവശ്യമില്ല. അത് എണ്ണി തിട്ടപ്പെടുന്ന ആ രീതിയിലുള്ളത് ഓഡിറ്റ് ഓഫീസർ ചെയ്യേണ്ടതില്ല. ഒപ്പിയം ഉണ്ടോ എന്ന് നോക്കുക, സ്റ്റാമ്പ്സ് ഉണ്ടോ എന്ന് നോക്കുക, ക്യാഷ് ഉണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ആരുടെ ഡ്യൂട്ടിയിൽ പെടുന്നതല്ല? ഓഡിറ്റ് ഓഫീസറുടെ ഡ്യൂട്ടിയിൽ പെടുന്നതല്ല. അതായത് ഓഡിറ്റ് ഓഫീസറുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രേഖകളും കണക്കുകളും പരിശോധിക്കുക എന്നതാണ്. നേരിട്ടുള്ള ഭൗതിക പരിശോധന അഥവാ ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ല. അടുത്ത ചോദ്യം, ഓഡിറ്റ് ഓഫീസർ സർവീസ് ബുക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ സർവീസ് ബുക്കും എത്ര വർഷത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? ഓഡിറ്റ് ഓഫീസർ എത്ര വർഷത്തിനുള്ളിൽ ഒരു സർവീസ് ബുക്ക് പരിശോധിക്കണമെന്നാണ്? 4 വർഷമാണ് കണക്ക്. 4 വർഷത്തിനുള്ളിലാണ് ഓഡിറ്റ് ഓഫീസർ ഒരു സർവീസ് ബുക്ക് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. സാധാരണ AG ഓഡിറ്റ് വരും, നമ്മൾ ലോക്കൽ ഓഡിറ്റ് ഉണ്ടാവും, AG ഓഡിറ്റ് ഉണ്ടാവും, എല്ലാ ഓഫീസുകളിലും തന്നെ. അപ്പോൾ ഈ AG ഓഡിറ്റ് നടക്കുന്നത് 4 വർഷത്തിലൊരിക്കലാണ് മിക്കവാറും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, 4 വർഷത്തിലൊരിക്കൽ സർവീസ് ബുക്ക് കൂടി പരിശോധിക്കേണ്ടതാണ്.
അടുത്ത ചോദ്യം, നിശ്ചിത കാലയളവിൽ ഓഡിറ്റ് ഓഫീസർ എല്ലാ സർവീസ് ബുക്കുകളും പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് നോക്കുന്നത് പെൻഷൻ പരിശോധിക്കുന്നതിനുള്ള ഒരേ ഒരു സ്രോതസ്, അതിന്റെ കാരണം ഇതാണ്, പ്രധാനമായിട്ടും പെൻഷൻ പരിശോധിക്കുന്നതിനുള്ള ഒരേ ഒരു സ്രോതസ് വേറെ എവിടെ ഇല്ല. അത് സർവീസ് ബുക്കിലെ വിവരങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ നിശ്ചിത കാലയളവിലെ ഓഡിറ്റ് ഓഫീസർ എല്ലാ സർവീസ് ബുക്കുകളും പരിശോധിക്കുന്നത്. ഇനി ഓഡിറ്റിന്റെ 3കളിൽ ഞാൻ പറഞ്ഞു 3 ഈസ് ഉണ്ടെന്ന്. ഉൾപ്പെടാത്തത് താഴെയുള്ളത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉൾപ്പെടാത്തതാ ചോദിക്കുന്നത്. നമുക്കറിയാം ഓഡിറ്റിലെ 3E എന്ന് പറയുന്നത് ഏതൊക്കെയാ? എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, എക്കണോമി. ഇവിടെ അല്ലാത്ത ഒരെണ്ണം ഉണ്ട്, എക്സ്പെക്ടേഷൻ. അപ്പോൾ അത് മറ്റത് 3ഉം പഠിക്കാന്നുള്ളതാണ്. എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല ചിലപ്പം ചോദ്യത്തിൽ. അപ്പോൾ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എക്കണോമിയുമാണ് 3 ഈകൾ എന്ന് പറയുന്നത് ഓഡിറ്റിൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഓഡിറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന സെൻട്രൽ ലോക്കൽ ഓഡിറ്റുകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഓഡിറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന സെൻട്രലും ലോക്കൽ ഓഡിറ്റുകളും വഹിക്കുന്ന പങ്കെന്ന് പറഞ്ഞാൽ അവർ കോംപ്ലിമെന്ററി റോൾ ടു ഈച്ച് അതർ ആണ്. എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള പങ്ക്, കോംപ്ലിമെന്ററി റോൾ ടു ഈച്ച് അതർ. അടുത്ത ചോദ്യം, ക്രമക്കേടുകളോ അനുചിതമായ കാര്യങ്ങളോ തിരുത്തുന്നതിനും അല്ലെങ്കിൽ അവ ആവർത്തിക്കാതിരിക്കുന്നതിനും ഫലപ്രദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഏത് അധികാരിക്ക് മുന്നിലാണ്? അത് ഫലപ്രദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള ക്രമക്കേടുകളും അനുചിതമായ കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവ മേലിൽ ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നിയമസഭയ്ക്ക് മുന്നിലാണ്, അല്ലെ ലെജിസ്ലേറ്ററിന് മുന്നിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സാമ്പത്തിക അനുമതികളുടെയും ഉത്തരവുകളുടെയും ഓഡിറ്റ് ഓഫീസറുടെ ചുമതലയിൽ വരുന്നു. എന്നാൽ ആരുടെ സമ്മതത്തോടെ പുറപ്പെടുവിക്കുന്ന അനുമതികൾക്കും ഉത്തരവുകൾക്കും തുടർന്ന് ഓഡിറ്റ് പരിശോധന ആവശ്യമില്ല? ഓഡിറ്റ് പരിശോധന ആവശ്യമില്ലാത്തത് ആരുടെ സമ്മതത്തോടെ പുറപ്പെടുവിക്കുന്ന അനുമതികൾക്കാണെന്നാണ്. അത് CAGയുടെ ഉത്തരവ് തുടർന്ന് ഒരു സമ്മതത്തോടെ പുറപ്പെടുവിക്കുന്ന ഒരു അനുമതിക്ക് പിന്നെ ഓഡിറ്റിന്റെ ആവശ്യം ഇല്ല. അടുത്ത ചോദ്യം, സാമ്പത്തിക കാര്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലും വിവിധ ആളുകളിലൂടെയും നടക്കുന്ന വരവ് ചെലവുകൾ ഉൾപ്പെടുന്ന ഒരു വകുപ്പിന്റെ വരുമാന ശേഖരണത്തിനും ചെലവ് നിയന്ത്രണത്തിനും ആരാണ് ഉത്തരവാദി? ഒരു വകുപ്പിന്റെ കാലാകാലങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നടക്കുന്ന വരവ് ചെലവുകൾ കണക്കുകൾ ഒരു വകുപ്പിന്റെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ആരാണ് ഉത്തരവാദി? അത് വകുപ്പ് മേധാവിയാണ്, ഈച്ച് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് പിന്നെ റെഗുലാരിറ്റി ഓഡിറ്റ് ആണ്, പ്രൊപ്പറേറ്റി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്. ഇവയെല്ലാം CAGയുടെ ഓഡിറ്റിൽ വരുന്നതാണ്. CAGയുടെ ഓഡിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പിന്നെ അത് റെഗുലാരിറ്റി ഓഡിറ്റ് CAGയുടെ ആണ്, പ്രൊപ്പറേറ്റി ഓഡിറ്റ് CAGയുടെ ആണ്, പെർഫോമൻസ് ഓഡിറ്റും CAGയുടേതാണ്. ഇനി അടുത്ത ചോദ്യം, എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്നിങ്ങനെയുള്ള ഓഡിറ്റിനെ ഓഡിറ്റ് ഓഫ് എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഈ 3 ഉള്ള ഓഡിറ്റിനെ പറയുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുത്ത പദ്ധതികളുടെ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളുടെ പ്രാഥമിക പഠനം, ഓഡിറ്റ് പ്ലാൻ വികസിപ്പിക്കൽ, റിവ്യൂ പ്രോപ്പർ, റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കൽ തുടങ്ങിയവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഡിറ്റ് പ്ലാൻ, റിവ്യൂ പ്രോപ്പർ, റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കൽ, പ്രാഥമിക പഠനം, ഇതൊക്കെ ഓഡിറ്റിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റാണ്. ആ എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റിൽ എന്തൊക്കെ പഠനങ്ങൾ വരും? തിരഞ്ഞെടുത്ത പദ്ധതികളുടെ അഥവാ പ്രൊജക്റ്റുകളുടെ പ്രാഥമിക പഠനമുണ്ട്, ഓഡിറ്റ് പ്ലാൻ വികസിപ്പിക്കലുണ്ട്, ഓഡിറ്റ് ഉണ്ട്, പ്ലാൻ വികസിപ്പിക്കലുണ്ട്, റിവ്യൂ പ്രോപ്പർ ഉണ്ട്,
റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കലുണ്ട്. ഇതൊക്കെയുണ്ട് എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റിൽ. അടുത്ത ചോദ്യം, അക്കൗണ്ടുകൾ ക്രമത്തിലാണെങ്കിലും പൊതുപണമോ സ്റ്റോറുകളോ അനുചിതമായി ചെലവഴിക്കുന്നതോ പാഴാക്കുന്നതോ ആയ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നു? അതായത് അക്കൗണ്ടുകളൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ പൊതുപണമോ സ്റ്റോറുകളോ ചെലവഴിക്കുന്നത് അനുചിതമായിട്ടാണെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഓഡിറ്റ്. ഓഡിറ്റിലാണല്ലോ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരിക. ആ ഓഡിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നു. ഇനി അടുത്ത ചോദ്യം, നിയമപരമായ വ്യവസ്ഥകൾക്കനുസരിച്ചും കോടതിയുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചും ഓഡിറ്റ് ക്രമീകരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് നിയമപരമായ വ്യവസ്ഥകൾക്കനുസരിച്ചും കോടതിയുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചും ഓഡിറ്റ് ക്രമീകരിക്കണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നിയമത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ജുഡീഷ്യൽ പ്രവർത്തനമാണ്. നിയമത്തിന്റെ വ്യാഖ്യാനം ഒരു ജുഡീഷ്യൽ പ്രവർത്തനമാണ് എന്നതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലോ ഈസ് എ ജുഡീഷ്യൽ ഫങ്ഷൻ. അടുത്ത ചോദ്യം, നികുതിയേതര വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിനുള്ള അടിസ്ഥാനവും നടപടിക്രമങ്ങളും താഴെ പറയുന്നവയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇതിൽ ഒരെണ്ണം ഒഴികെ അപ്പോൾ അത് ഒരെണ്ണം ഒഴികെ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലോസ് ആസ് ആർ എൻഫോഴ്സബിൾ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, റൂൾസ് ഫ്രെയിംഡ് അണ്ടർ ദി റെലവന്റ് ആക്ട്സ്, ജുഡീഷ്യൽ ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ഇന്റർപ്രറ്റിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്സ് ആൻഡ് റൂൾസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി ഓഡിറ്റ് ഓഫീസേഴ്സ്. അതായത് നികുതിയേതര വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിനുള്ള അടിസ്ഥാനവും നടപടിക്രമങ്ങളും താഴെ പറയുന്ന ഇത്രയും കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ നിയന്ത്രിക്കപ്പെടാത്തത് ഏത് കാര്യമാണ്? അതായത് ഓഡിറ്റ് ഓഫീസർമാർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിന് ബാധകമല്ല. ഈ വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിന് ഓഡിറ്റ് ഓഫീസർമാർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ബാധകമല്ല. അടുത്ത ചോദ്യം, ഒരു ടാക്സ് അസസ്മെന്റ് എന്നത് ഒരു ഡാഷ് പ്രവർത്തനമാണ്. ടാക്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ പ്രവർത്തനമാണ്. അതായത് നിയമപരമായ അധികാരാവകാശങ്ങളുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ കോടതിപരമായ പ്രവർത്തനമാണ് ഈ ടാക്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്വാസി ജുഡീഷ്യൽ ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളുടെ പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് പരോക്ഷ നികുതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്കറിയാം, സംസ്ഥാനങ്ങളുടെ പരോക്ഷ ടാക്സിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്നതാണ് സെയിൽസ് ടാക്സ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഒക്കെ സ്റ്റേറ്റിന്റെ എന്തിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. എന്നാൽ അതിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ വരാത്തതാണ് എന്ത്? പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളുടെ നികുതിയേതര വരുമാനത്തിൽ, അതായത് നോൺ ടാക്സ് റെസീറ്റ്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് സംസ്ഥാനങ്ങളുടെ നികുതിയേതര വരുമാനം നമ്മൾ പഠിച്ചതാണ്. അതിൽ വരാത്ത ഒന്നാണ് ഇവിടെ എക്സൈസ് തീരുവ എന്ന് പറയുന്നത്, എക്സൈസ് ഡ്യൂട്ടീസ്. അതിൽ നികുതിയേതര നോൺ ടാക്സ് റെസീറ്റിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? അപ്പം ഫോറസ്റ്റ് റവന്യൂ, രജിസ്ട്രേഷൻ ഫീ, ഇൻട്രസ്റ്റ് ചാർജ് അല്ലെ പലിശ വരുമാനങ്ങൾ, ഇതെല്ലാം എന്തിൽ വരും? നികുതി വരുമാനങ്ങളിൽ വിടുന്നതാണ്. ഇതിൽ എക്സൈസ് ഡ്യൂട്ടീസ് ആണ് നികുതിയേതര വരുമാനത്തിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ കേസിൽ. അടുത്ത ചോദ്യം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആദായ നികുതി, ഇൻകം ടാക്സ്, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി,
എന്നിവയുടെ വിതരണത്തെക്കുറിച്ച് ശുപാർശകൾ നൽകേണ്ടത് ഏത് കമ്മീഷന്റെ കടമയാണ്? അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആദായ നികുതി, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി എന്നിവയുടെ വിതരണത്തെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകേണ്ടത് അത് ഫിനാൻസ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത ചോദ്യം, സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതികളെ ഏതിലാണ് തരംതിരിച്ചിരിക്കുന്നത്? സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതികളെ ഏതിലാണ് തരംതിരിച്ചിരിക്കുന്നത്? പിരിച്ചെടുക്കുന്ന നികുതികൾ ഏതിലാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതികൾ വരുന്നത് ഏതിലാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. അടുത്ത ചോദ്യം, വീണ്ടും അതേ ചോദ്യം വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ വരവുകളും ഓഡിറ്റ് ചെയ്യുന്നതിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് അധികാരം നൽകുന്ന നിയമപരമായ വ്യവസ്ഥ ഏതാണ്? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ആക്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ഡ്യൂട്ടീസ് പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് ആണത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ചോദ്യം ഇതാണ്, കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ വരവുകളും എല്ലാ റെസീറ്റുകളും ഓഡിറ്റ് ചെയ്യുന്നതിന് CAGക്ക് അധികാരം നൽകുന്ന നിയമപരമായ വ്യവസ്ഥ എന്താണെന്നാണ് ചോദിച്ചത്. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ആക്ട് ആണ്. അടുത്ത ചോദ്യം, നോൺ ടാക്സ് റവന്യൂ അതായത് നികുതിയേതര അസസ്മെന്റ് എന്നത് ഒരു നികുതി വരുമാനം നമ്മൾ പറഞ്ഞു ക്വാസി ജുഡീഷ്യൽ ആണ്. എന്നാൽ നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്, അതായത് നോൺ ടാക്സ് റവന്യൂ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്. ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ഓർമ്മിച്ചു വെച്ചോളണം. ഭരണപരമായ പ്രവർത്തനം എന്ന അതിന്റെ മലയാളം. നികുതിയേതര വരുമാനത്തിന്റെ അസസ്മെന്റ്, അതായത് ഒരു നോൺ ടാക്സ് റവന്യൂവിന്റെ അസസ്മെന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്, അഥവാ ഭരണപരമായ പ്രവർത്തനമാണ്. എന്നാൽ നികുതി വരുമാനത്തിന്റെ ഒരു അസസ്മെന്റ്, ടാക്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. അടുത്ത ചോദ്യം, സർക്കാർ വകുപ്പുകളുടെയോ അധികാരികളുടെയോ ഓഫീസുകളിൽ നേരിട്ട് പോയി അവരുടെ അക്കൗണ്ടുകൾ, ഫയലുകൾ, രേഖകൾ എന്നിവ പരിശോധിച്ച് നടത്തുന്ന ഓഡിറ്റിനെ എന്താണ് വിളിക്കുന്നത്? അതാണ് ലോക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ വകുപ്പുകളുടെ അധികാരികളുടെയോ ഓഫീസിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അവിടുത്തെ അക്കൗണ്ടുകളും രേഖകളും പരിശോധിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ഓഡിറ്റ് എന്ന് പറയും. എല്ലാ ഓഫീസുകളിലും തന്നെ ലോക്കൽ ഓഡിറ്റ് നടക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതിയേതര വരുമാനം നോൺ ടാക്സ് റവന്യൂ പിരിച്ചെടുക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? അത് പൂർണ്ണമായും ഒരു ഭരണപരമായ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് പ്യുവർലി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. പൂർണ്ണമായും ഒരു ഭരണപരമായ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് നോൺ ടാക്സ് റവന്യൂ നികുതിയേതര വരുമാനം പിരിച്ചെടുക്കുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആദായ നികുതി, ഇൻകം ടാക്സ്, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി എന്നിവയുടെ വിതരണത്തെക്കുറിച്ചും നൽകേണ്ടതായിട്ട് അത് നമ്മൾ ഫിനാൻസ് കമ്മീഷനാണ്. അത് ആൻസർ ഇപ്പോൾ ചോദ്യം പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, പൊതുപണം ചെലവഴിക്കുന്നതിൽ സമ്പദ് വ്യവസ്ഥ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാണ്? പൊതുപണം ചെലവഴിക്കുന്നതിൽ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നതിലുള്ള ഉത്തരവാദിത്തപ്പെട്ടത് ആരാണെന്നാണ്. അത് എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം, ഒരിക്കൽ ട്രഷറിയിൽ നിന്ന് പിൻവലിച്ച തുക അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതിനിടയിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ടാൽ അത് വീണ്ടും ട്രഷറിയിൽ നിന്ന് പിൻവലിക്കുന്നതിന് ആരുടെ അനുമതിയാണ് ആവശ്യമുള്ളത്? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കൽ പണം പിൻവലിച്ചു, അത് ദുർവിനിയോഗം ചെയ്തു പോയി. അപ്പോൾ ആ പണം വീണ്ടും ട്രഷറിയിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ഗവൺമെന്റിന്റെ അനുവാദം വേണം. അടുത്ത ചോദ്യം, ആകസ്മികമായ ചെലവുകൾ, ദാറ്റ് മീൻസ് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച് ഓഡിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ്? കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചറിലെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട കടമ എന്താണ്? ആ കടമയിൽ അതിന് മാത്രം ചുറ്റിയാണ് നമ്മൾ പറയേണ്ടത്. അതായത് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണെന്നാണ് ചോദ്യം. അത് ചെലവുകളുടെ സ്വഭാവവും വ്യാപ്തിയും അനുസരിച്ച് അത്തരം ചെലവുകൾ വരുത്തുമ്പോൾ ആവശ്യമായ പരിശോധനകൾ കൺട്രോളിംഗ് ഓഫീസർ കൃത്യമായി നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ
ചെലവുകളുടെ സ്വഭാവവും വ്യാപ്തിയും അനുസരിച്ച് അത്തരം ചെലവുകൾ വരുത്തുമ്പോൾ ആവശ്യമായ പരിശോധനകൾ കൺട്രോളിംഗ് ഓഫീസർ കൃത്യമായി നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടുത്ത ചോദ്യം, നിയമസഭ പാസാക്കിയ ബജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവിധ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനുള്ള അധികാരം നൽകുന്നത് എന്തിലാണ്? നിയമസഭ പാസാക്കിയ ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനുള്ള അധികാരം നൽകുന്നത് ആരാന്നല്ല, എന്തിലാണ്? അത് അപ്രോപ്രിയേഷൻ ആക്ടിലാണ്. അപ്രോപ്രിയേഷൻ ആക്ടിലാണ് അതിനുള്ള അധികാരമുള്ളത്. അടുത്ത ചോദ്യം, നിയമസഭ പാസാക്കിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സേവനത്തിനായി സർക്കാർ നടത്തുന്ന ചെലവിനെ വിളിക്കുന്നത്, നമ്മളത് നേരത്തെ പറഞ്ഞതാണ്, അതിനാണ് നമ്മൾ ന്യൂ സർവീസ് എന്ന് പറയുന്നത്. നിയമസഭ പാസാക്കിയ ബജറ്റിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം വന്ന ഒരു സർവീസ്, അതൊരു സേവനം നടത്തുക, ഒരു ന്യൂ സർവീസ് വേണ്ടി വന്നു, അതിനൊരു ചെലവ് വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കേണ്ടി വന്നു, അത്തരത്തിലുള്ള ചെലവിനെ വിളിക്കുന്നതാണ് നമ്മൾ ന്യൂ സർവീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബജറ്റിൽ കാണാത്ത കാര്യങ്ങളാണ്, ബജറ്റിൽ പാസ്സാക്കിയിട്ടില്ല, പുതിയതായിട്ട് വന്നതാ, എന്നാൽ അത്യാവശ്യമാണ് താനും. അത്തരം ഒരു കാര്യത്തിലുള്ള ചെലവാക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ന്യൂ സർവീസ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഭൗതികവും സ്ഥിരവുമായ സ്വഭാവമുള്ള ആസ്തികൾ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ചെലവിനെ പൊതുവെ തരംതിരിക്കുന്നത്, ഭൗതിക സ്വഭാവമുള്ള ആസ്തികൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തമായി, അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മറ്റത് ഭൗതിക സ്ഥിരമായിട്ട് ആസ്തികൾ വർദ്ധിപ്പിക്കൽ എവിടെയില്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ട് തരം എക്സ്പെൻഡിച്ചറാണ് ഉള്ളത്, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അപ്പോൾ ഭൗതികവും സ്ഥിരവുമായ സ്വഭാവമുള്ള ആസ്തികൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ പിന്നെ തുടർച്ചയായിട്ടുള്ള ആവർത്തിച്ചുള്ള ബാധ്യതകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ചെലവിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ നേച്ചറുള്ള ചെലവുകൾ, അതായത് മൂലധന സ്വഭാവമുള്ള ചെലവുകൾ സാധാരണയായി കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? അത് സാധാരണഗതിയിൽ കടം വാങ്ങിയ ഫണ്ടുകളാണ്. കടം വാങ്ങിയ ഫണ്ടുകളിൽ നിന്നാണ് സാധാരണഗതിയിൽ മൂലധന സ്വഭാവമുള്ള ക്യാപിറ്റൽ നാച്ചുറലുള്ള ചെലവുകൾക്ക് സാധാരണയായി കണ്ടെത്തുന്നത്. അടുത്ത ചോദ്യം, സ്ഥിര സ്വഭാവമുള്ള ഭൗതിക ആസ്തികൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ, ഭൗതിക ആസ്തി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ക്യാപിറ്റലായി, ചെലവിനെ ഡാഷ് ചെലവ് എന്ന് വിളിക്കുന്നു. അതായത് സ്ഥിര സ്വഭാവമുള്ള ഭൗതിക ആസ്തികൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കടം വാങ്ങിയ ഫണ്ടുകളിൽ നിന്ന് നടത്തുന്ന ചെലവിനെ ഡാഷ് ചെലവെന്ന് പറയുന്നു, അതിനെ ക്യാപിറ്റൽ ചെലവ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു പണം ചെലവഴിക്കുന്നതിൽ എക്കണോമി ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? പൊതുപണം ചെലവഴിക്കുന്ന കാര്യത്തിൽ എക്കണോമി ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ദ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് എന്നാണ്. ദ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കാം. ഞാൻ അല്പം സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഏതെങ്കിലും കണ്ടന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിലോ കണ്ടന്റിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അത് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, കേട്ട എല്ലാവർക്കും, ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.